ദൈവനാമത്തിന് മഹത്വം. സിയോൻ ബൈബിൾ ക്വിസ് ആൻഡ് പ്രോഗ്രാം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിൽ നിന്നും ചില ജനറൽ ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ സുനി റജി. ആദ്യത്തെ ചോദ്യം: ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരാൻ എന്തു ചെയ്യണമെന്ന് യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചത് ആരാണ്? ഉത്തരം: ഒരു ന്യായശാസ്ത്രി. ലൂക്കോസ് 10:25. അടുത്ത ചോദ്യം: ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞു, ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഉത്തരം: യോഹന്നാനെ കുറിച്ച്. ലൂക്കോസ് 1:60-66 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ചുങ്കസ്ഥലത്തിരുന്ന മത്തായിയോട് യേശു പറഞ്ഞത് എന്താണ്? ഉത്തരം: എന്നെ അനുഗമിക്കാൻ. മത്തായി 9:9. അടുത്ത ചോദ്യം: ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന എന്തിനാൽ സൂക്ഷിച്ചു കൊള്ളുക? ഉത്തരം: പരിശുദ്ധാത്മാവിനാൽ. 2 തിമോത്തിയോസ് 1:14. അടുത്ത ചോദ്യം: താളടി ദഹിപ്പിക്കുന്ന ശബ്ദം പോലെയും പടക്കുതിര നിൽക്കുന്ന ശക്തിയുള്ള പടജനം പോലെയുമുള്ളത് എന്താണ്? ഉത്തരം: അഗ്നിജ്വാല. യോവേൽ പ്രവചനം 2:15. അടുത്ത ചോദ്യം: ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്തെയ്യേണ്ടതിന് എന്താണ് തൊടുക്കുന്നത്? ഉത്തരം: വില്ല് കുലച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു. സങ്കീർത്തനം 11:2. അടുത്ത ചോദ്യം: മരുഭൂമിയിൽ എന്തെല്ലാം വൃക്ഷങ്ങളാണ് നടുന്നത്? ഉത്തരം: ദേവദാരു, ഖദിരമരം, കൊഴുന്ത്, ഉലുവുമരം. യെശയ്യാവ് 41:19. അടുത്ത ചോദ്യം: ഇസ്രയേലിൽ ഏത് പഴഞ്ചൊല്ല് നിർത്തലാക്കും? ഉത്തരം: കാലം നീണ്ടുപോകും, ദർശനമൊക്കെയും ഒക്കാതെ പോകും. യെഹെസ്കേൽ 12:22. അടുത്ത ചോദ്യം: ബോധം കാത്തുകൊള്ളുന്നവൻ എന്ത് പ്രാപിക്കും? ഉത്തരം: നന്മ. സദൃശ്യവാക്യം 19:8. അടുത്ത ചോദ്യം: നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ ആരുടെ പ്രതിമ ധരിക്കും? ഉത്തരം: സ്വർഗീയന്റെ. 1 കൊരിന്ത്യർ 15:49. അടുത്ത ചോദ്യം: മുള്ളിൻ്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നുവെന്ന് ഏതു ഭാഷയിലാണ് പൗലോസിനോട് പറയുന്ന ശബ്ദം കേട്ടത്? ഉത്തരം: എബ്രായ ഭാഷയിൽ. അപ്പോസ്തലപ്രവൃത്തി 26:14. അടുത്ത ചോദ്യം: കഴുകനിൽ വേഗവാന്മാർ, സിംഹത്തിലും വീര്യവന്മാർ ആരെല്ലാമാണ്? ഉത്തരം: ശൗലും യോനാഥാനും. 2 ശമൂവേൽ 1:23. അടുത്ത ചോദ്യം: ഏലിയാവ് പണിത യാഗപീഠത്തിന് ചുറ്റും എന്തു വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ തോടുണ്ടാക്കി? ഉത്തരം: 2 സെയ വിത്ത്. 1 രാജാക്കന്മാർ 18:32. അടുത്ത ചോദ്യം: യോശുവയെ മോശെ കൈവച്ച് അനുഗ്രഹിച്ചതുകൊണ്ട് അവൻ എന്തായിത്തീർന്നു? ഉത്തരം: ജ്ഞാനപൂർണ്ണൻ. ആവർത്തനം
34:9. അടുത്ത ചോദ്യം, യഹോവയുടെ വിമുക്തന്മാർ എങ്ങനെ സിയോനിലേക്ക് മടങ്ങി വരും? ഉത്തരം, ഉല്ലാസഘോഷത്തോടെ. യെശയ്യാവ് 51:11. അടുത്ത ചോദ്യം, മതിലും ഓടാമ്പലുമുള്ള പട്ടണം ഏതാണ്? ഉത്തരം, കെയീല. 1 ശമൂവേൽ 23:6. അടുത്ത ചോദ്യം, ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരെ പരിഹസിച്ചത് എപ്പോഴാണ്? ഉത്തരം, ഉച്ചയായപ്പോൾ. 1 രാജാക്കന്മാർ 18:27. അടുത്ത ചോദ്യം ഇതാണ്, മലിനന്മാരുടെയും അവിശ്വാസികളുടെയും എന്തെല്ലാം മലിനമായിരിക്കുന്നു? ഉത്തരം, ചിത്തവും മനസാക്ഷിയും. തീത്തോസ് 1:15. അടുത്ത ചോദ്യം, നിന്റെ കൊയ്ത്തിന്റെ പടുവിളവ് കൊയ്യുകയും വള്ളിത്തല മുറിക്കാതെ മുന്തിരിത്തോട്ടത്തിലെ പഴം പറിക്കുകയും ചെയ്യരുത്, അത് ദേശത്തിന് എന്താകുന്നു? ഉത്തരം, ശബ്ബത്താകുന്നു. ലേവ്യപുസ്തകം 25:5. അടുത്ത ചോദ്യം, ശില്പികളുടെ താഴ്വര ഏതാണ്? ഉത്തരം, ഓനോവ്. നെഹമ്യാവ് 11:35. അടുത്ത ചോദ്യം, പ്രത്യാശയുടെ വാതിൽ ഏതാണ്? ഉത്തരം, ആഖൂർ താഴ്വര. ഹോശേയ 2:15. അടുത്ത ചോദ്യം, അസംഖ്യം സമൂഹങ്ങളെ കാണുന്നത് എവിടെയാണ്? ഉത്തരം, വിധിയുടെ താഴ്വരയിൽ. യോവേൽ 3:14. അടുത്ത ചോദ്യം, ജാതികൾ ഉണർന്ന് എങ്ങോട്ട് പുറപ്പെടട്ടെ? ഉത്തരം, യഹോശാഫാത്ത് താഴ്വരയിൽ. യോവേൽ 3:12. ഈ ചോദ്യങ്ങൾ ദൈവവചന പഠനത്തിനായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.